ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് തിയറീസ് ആണ്. ഈ എക്സ്ചേഞ്ച് റേറ്റ് തിയറിയാണ് ശരിക്കും ഫോറിൻ എക്സ്ചേഞ്ചിന്റെ റേറ്റ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൽ പണ്ടുണ്ടായിരുന്ന ഒരു തിയറിയാണ് മിന്റ് പാരിറ്റി തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ അതത്ര ഇതിലില്ല. പണ്ട് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു മിന്റ് റേറ്റ്, മിന്റ് പാരിറ്റി തിയറി അല്ല. അപ്പോൾ ഈ മിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കഴിക്കണ മിന്റ് അല്ല, കമ്മട്ടം. അതായത് എവിടെയാണോ ഒരു കൺട്രിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കോയിൻസും കറൻസീസ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് മിന്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ഗോൾഡിനെയും പറയും മിന്റ് എന്നുള്ളത്, അങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇമാജിൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഡോളറിന്റെ ഒരു കോയിനാണ്, വലതുവശത്ത് കാണുന്നത് പൗണ്ടിന്റെ ഒരു കോയിനാണ്. അസ്യൂം ദിസ് ഡോളർ കോയിൻ, $1 കോയിൻ ഹാസ് 10 grain ഓഫ് ഗോൾഡ്. ഈ ഒരു ഗ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മണി എന്ന് പറഞ്ഞൊരു ഇതെടുക്കാം. അതായത് നമ്മൾ അരിമണി എന്ന് പറയില്ലേ, അപ്പൊ ഗ്രെയിൻ ഓഫ് റൈസ് ആണ് ശരിക്കും അരിമണി. അപ്പൊ അതുപോലെ ഗ്രെയിൻ ഓഫ് ഗോൾഡ് ഒരു ചെറിയൊരു മെഷർ എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്താൽ മതി. അത്രയും ചെറിയൊരു മെഷർ 10 ഗ്രെയിൻ ഗോൾഡ് ഈ കോയിൻ്റെ അകത്തുണ്ട്. പക്ഷെ പൗണ്ടിൽ നോക്കുമ്പോൾ ഒരു പൗണ്ട് കോയിനിൽ 20 ഗ്രെയിൻ ഗോൾഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡോളർ കോയിനിൽ 10 ഗ്രെയിൻ ഗോൾഡ് ആണെങ്കിൽ ഒരു പൗണ്ടിൽ 20 ഗ്രെയിൻ ഗോൾഡ് ആണ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സിസ്റ്റം അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പൗണ്ട് ഒരു ഡോളർ, 20 ഗ്രെയിൻ 10 ഗ്രെയിൻ, 2:1. അപ്പൊ ഒരു പൗണ്ട് എന്ന് പറയുന്നത് $2 ഈക്വലന്റ് ആയിട്ട് അവിടെ വന്നു. ഇതാണ് ശരിക്കും മിന്റ് പാരിറ്റി. അപ്പോൾ അവരുടെ കറൻസിയിലെ അല്ലെങ്കിൽ കോയിനിലുള്ള ഗോൾഡിന്റെ കണ്ടന്റ് അനുസരിച്ച് അവർ ഇക്വേറ്റ് ചെയ്യും. അതാണ് മിന്റ് പാരിറ്റി തിയറിയുടെ ബേസ് ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ ഇത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റിന്റെ ഡിറ്റർമിനേഷൻ ആണ്, പ്രൊവൈഡഡ് അവർ ഫോളോ ചെയ്യുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇതിന്റെ കറൻസി ഒന്നുകിൽ ഗോൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഗോൾഡിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യണത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഈക്വാലന്റ് ടു ദി ഗോൾഡ് കണ്ടന്റ് ഓഫ് വൺ കറൻസി. നമ്മളവിടെ ഒരു ഡോളറിലുള്ള ഗോൾഡിന്റെ കണ്ടന്റും ഒരു പൗണ്ടിലുള്ള ഗോൾഡിന്റെ കണ്ടന്റും രണ്ടും കൂടിയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എന്നിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ എക്സ്ചേഞ്ച് റേറ്റിനെ നമ്മൾ മിന്റ് റേറ്റ് എന്നും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇത് ചില അസംഷൻസിന്റെ ബേസിസിലാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചില അസംഷൻസും പ്രിസംഷൻസും എല്ലാം ഉണ്ട് ഈ പറയുന്ന മിന്റ് പാരിറ്റി തിയറിയിൽ. ഒന്നാമത്തെ കാര്യം, സ്റ്റാൻഡേർഡ് മോണിറ്ററി യൂണിറ്റ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഗോൾഡ് ആയിരിക്കണം. ഗോൾഡിലായിരിക്കണം എല്ലാ പറയുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം നടക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഗവൺമെന്റിന് ഗോൾഡ് ഒരു ഫിക്സഡ് പ്രൈസിൽ ഇഷ്ടം പോലെ വിൽക്കാനും ഇഷ്ടം പോലെ വാങ്ങാനും പറ്റും. ദെൻ മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത്, there is no restriction on the import and export of gold. ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. എത്രത്തോളം ഗോൾഡ് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം, എത്രത്തോളം ഗോൾഡ് വേണമെങ്കിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ഈ മിന്റ് പാരിറ്റി തിയറി പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഗോൾഡ് സ്റ്റാൻഡേർഡ് കൺട്രീസ് വിച്ച് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഗോൾഡ് ഈക്വലൻസ് ഓഫ് കൺസേൺഡ് കറൻസീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കറൻസിയിലുള്ള ഗോൾഡിന്റെ ഇക്വാലന്റുകളാണ് നമ്മൾ കമ്പയർ ചെയ്യുക. പക്ഷെ പ്രൊവൈഡഡ് അതില് ഗോൾഡിന്റെ പ്യൂരിറ്റിയുടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വരുത്തേണ്ടി വരും. ഇപ്പോൾ ഗോൾഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 24 ക്യാരറ്റ് ആണ് 24 ക്യാരറ്റ് ഗോൾഡ്. ഓക്കെ, 24 ക്യാരറ്റ് ഗോൾഡ്. പക്ഷേ അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് ആഭരണം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പെട്ടെന്ന് വളഞ്ഞു പോകും, ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പോൾ ഒരു അല്പം ഇമ്പ്യൂരിറ്റി കൂട്ടി, 2 ക്യാരറ്റ് ഇമ്പ്യൂരിറ്റി കൂട്ടിയിട്ടാണ് മെജോറിറ്റി ഇന്ത്യയിലുള്ള എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും. അപ്പൊ 22 ക്യാരറ്റിന്റെയാണ് സ്വർണ്ണം. ഇനി നിങ്ങൾ ഗൾഫ് കൺട്രീസിലേക്ക് പോവാണെങ്കിൽ അവിടെ 22 ക്യാരറ്റിനൊക്കെ കൂടുതലുള്ളത് 18 ക്യാരറ്റിന്റെ സ്വർണ്ണമായിരിക്കും. അപ്പൊ ഗോൾഡ് ആണോ? അതെ, പക്ഷെ അതിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസ് ചെയ്യുമ്പോഴാണ് ക്യാരറ്റ് കുറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തിയതിനു ശേഷം മാത്രമേ ആ ഒരു കമ്പാരിസൺ നമ്മൾ നടത്താനായിട്ട് പാടുള്ളൂ. ഇനി ഇവർ പറയുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ലോങ് റണ്ണിൽ ഈ പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഡിമാൻഡും സപ്ലൈയും ഇക്വിലിബ്രിയത്തിലാവും. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഗോൾഡ് വാല്യൂവിന്റെ റേഷ്യോന് ഈക്വൽ ആയിട്ട് വരുമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ പ്രാക്ടീസിൽ അത് നടക്കില്ല. കാരണം
ഗോൾഡ് ഒരു സ്ഥലത്ത് നിന്ന് ഫ്രീ ആയിട്ട് ആരും ഇമ്പോർട്ട് ചെയ്തോ എക്സ്പോർട്ട് ചെയ്തോ പോകാനായിട്ട് പറ്റില്ല. ദർ ഇസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻവോൾവ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിന് നമ്മളൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അതിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഒരു റേഞ്ച് കൊടുക്കുന്നത്. ആ റേഞ്ചിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗോൾഡ് പോയിന്റ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഗോൾഡ് പോയിന്റ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഗോൾഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലിമിറ്റ്സ് വിത്തിൻ വിച്ച് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു കൺട്രീസ് ഓൺ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫ്ലക്ച്വേറ്റ്സ് ഫ്രം മിന്റ് പാരിറ്റി ഇക്വിലിബ്രിയം. ഇപ്പൊ ഇവിടെയാണ് മിന്റ് പാരിറ്റി ഇക്വിലിബ്രിയം എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഒരു പരിധി വരെ മുകളിലേക്ക് പോകാൻ പറ്റും, ഒരു പരിധി വരെ താഴേക്ക് പോകാൻ പറ്റും. മുകളിലേക്ക് പോകുന്ന അപ്പർ ഗോൾഡ് പോയിന്റ് ശരിക്കും പറയുന്നത് എന്താണ്? എപ്പോഴാണോ ഗോൾഡ് ബിയോണ്ട് ദിസ് പോയിന്റ് ഗോൾഡ് വിൽ ബി എക്സ്പോർട്ടഡ്. ഈ ഒരു പോയിന്റിന് അപ്പുറത്തേക്ക് ഗോൾഡ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും, ഈ പോയിന്റിന് ഇപ്പുറത്തേക്ക് നമ്മൾ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ അപ്പർ ഗോൾഡ് പോയിന്റിനെ നമ്മൾ ഗോൾഡ് എക്സ്പോർട്ട് പോയിന്റ് എന്നും ലോവർ ഗോൾഡ് പോയിന്റിന് നമ്മൾ ഗോൾഡ് ഇമ്പോർട്ട് പോയിന്റ് എന്നും പറയും. അപ്പൊ ഈ അപ്പർ ഗോൾഡ് പോയിന്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? കോസ്റ്റ് ഓഫ് ഷിപ്പിങ്ങും മിന്റ് പാരിറ്റി റേറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് എക്സ്പോർട്ട് പോയിന്റ് കിട്ടും. ഗോൾഡ് ഇമ്പോർട്ട് പോയിന്റ് ലോവർ പോയിന്റ് എങ്ങനെ കിട്ടും? ഈ പറയുന്ന മിന്റ് പാരിറ്റി റേറ്റിന്റെ കൂടെ കോസ്റ്റ് ഓഫ് ഷിപ്പിംഗ് നമ്മൾ കുറച്ചാൽ മതി. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ കേസ് തന്നെ എടുക്കാം. ഒരു പൗണ്ട് ഈസ് ഈക്വൽ ടു $2. ഒരു പൗണ്ട് ഈസ് ഈക്വൽ ടു $2. ഈ ഗോൾഡ് ഷിപ്പ് ചെയ്യാനായിട്ട് നമ്മൾക്ക് വരുന്ന ഒരു കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 2 സെന്റ് ആണെന്ന് വിചാരിക്കും. 2 cents. ഇത് നമ്മളിവിടെ പൈസ പറയണ പോലെ അമേരിക്കയിലെ പറയുന്നതാണ് സെന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പർ ഗോൾഡ് പോയിന്റ് ഓഫ് 1 പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അപ്പൊ ഒരു പൗണ്ട് ഈസ് ഈക്വൽ ടു $2 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ $2 കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യേണ്ടി വരും? നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 2 സെന്റും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ആ ഒരു ഗോൾഡ് പോയിന്റിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഈ ഗോൾഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ 2 നമ്മൾ പറഞ്ഞേക്കുന്ന ആ ഒരു എമൗണ്ട്, അതിന്റെ കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യും? 2 സെന്റ് 0.2 2 സെന്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഇറ്റ്സ് 2 പൈസ. അപ്പൊ അപ്പർ ഗോൾഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.02 ആയിട്ട് ഇവിടെ വരും. ഇനി ഗോൾഡ് ഇമ്പോർട്ട് പോയിന്റ്, ഗോൾഡിന്റെ പ്രൈസ് കുറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗോൾഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റ് നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഇത് 1.98 ആയിട്ട് $2 നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും? $2 നിന്ന് നമ്മൾ കുറയ്ക്കുന്നത് ഈ പറയുന്ന 2 പൈസ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പൊ അത് കഴിഞ്ഞു വരുന്നതാണ് 1.9. അപ്പൊ എപ്പോഴും ഈ പറയുന്ന ഗോൾഡിന്റെ ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് 2.02നും 1.98നും ഇടയ്ക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യും, കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യും. അതാണ് മിന്റ് പാരിറ്റി തിയറി.